കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്ന നാടാണ് കുട്ടനാട്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന നാടാണ് കുട്ടനാട്. കുട്ടനാട്ടിലൂടെ ഒഴുകുന്ന പമ്പ നദി, അതിൻ്റെ ആ ജലസമൃദ്ധിയാണ് കുട്ടനാടിൽ ഈ നെല്ലറകൾ സൃഷ്ടിക്കാൻ കാരണമായി തീരുന്നത്. കേരളത്തിൻ്റെ മത്സ്യത്തൊട്ടി എന്ന മറ്റൊരു വിശേഷണമുണ്ട് കുട്ടനാടിന്. ധാരാളം പുഴകളും തോടുകളും ഒക്കെ ഉള്ളത് കൊണ്ട് ധാരാളം പുഴ മത്സ്യങ്ങളൊക്കെ കിട്ടുന്ന ഇടം എന്നുള്ള അർത്ഥത്തിൽ കേരളത്തിൻ്റെ മത്സ്യത്തൊട്ടി എന്ന് പറയാറുണ്ട്. ധാരാളം ചുണ്ടൻ വള്ളങ്ങളുടെ നാടെന്ന മറ്റൊരു കീർത്തിയും കൂടി ഈ പ്രദേശത്തിനുണ്ട്. മൺചട്ടിയിൽ പകർന്നു വച്ചിരിക്കുന്ന 2021 നമ്മൾ ഇത് കാണുമ്പോൾ നമുക്ക് അതൊരു വല്ലാത്തൊരു ഗൃഹാതുരതയാണ്. പക്ഷേ ഈ ഗൃഹാതുരതയ്ക്കും അപ്പുറത്ത് 1940കളിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും തകഴി ശിവശങ്കരപ്പിള്ള രണ്ടിടം കഴിയുന്ന നോവൽ എഴുതി 1948 പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ പ്ലാവിലക്കഞ്ഞി എന്നത് ഗൃഹാതുരതയല്ല, അതൊരു ദാരിദ്ര്യത്തിൻ്റെ പ്രതീകമാണ്, കൊടിയ ദാരിദ്ര്യത്തിൻ്റെ പ്രതീകമാണ്, ചൂഷണത്തിൻ്റെ പ്രതീകമാണ്. രണ്ടിടം കഴിയുന്ന നോവലിലെ പ്രധാന കഥാപാത്രം പണക്കാരൻ്റെ പാടത്ത് പകലന്തിയോളം പണിയെടുക്കും. പക്ഷേ പണിയെടുത്തിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന കൂലി 3/4 രൂപ അല്ലെങ്കിൽ 1 രൂപയാണ് ഒരു ദിവസം. അത് കൊടുത്താൽ പുറത്തുനിന്ന് അരി വാങ്ങാൻ പറ്റില്ല. ആ പൈസയ്ക്ക് വയറ് നിറച്ച് ആഹാരം കഴിക്കാനുള്ള അരിയോ സാധനങ്ങളോ വാങ്ങാൻ ആ പൈസയ്ക്ക് തികയില്ല. അതിന് പകരം ഈ പണക്കാരനോട് ആ കൂലിക്ക് പകരം നെല്ല് ചോദിക്കുമ്പോൾ അയാളുടെ ആട്ടും തുപ്പും ഏറ്റും കൊണ്ട് ആ കിട്ടിയ ചക്രവും മടിയിലിട്ട് പുഴകളായ പുഴകളും തോടുകളായ തോടുകളും വീടുകളായ വീടുകളും കയറിയിറങ്ങി അവസാനം തുച്ഛമായ അരിയും കപ്പയും വാങ്ങി കുടിലിൽ എത്തുന്ന കോരൻ്റെ ചിത്രം ഇതിനകത്ത് തകഴി കൊടുത്തിരിക്കുന്നത് ഈ കൊടിയ ദാരിദ്ര്യത്തെയും ഈ കൊടിയ ചൂഷണത്തെയും വ്യക്തമാക്കാനാണ്. അതിനും അപ്പുറത്ത് ഹൃദയം ഭേദിക്കുന്ന മറ്റൊരു കാഴ്ചയുണ്ട്. കോരൻ്റെ അച്ഛൻ ചാത്തൻ, അത് ഒരു പണിക്കാരുടെ തലമുറയെ മൊത്തം റെപ്രസെൻ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ് ചാത്തൻ. അറിവ് വച്ച കാലം മുതൽ മരിക്കാറായ കാലം വരെ, ചാവാറായ കാലം വരെ പണിക്കാരനായി മാത്രം ജീവിക്കുകയും അവസാനം ഈ ദാരിദ്ര്യത്തിൽ നിന്നും ആ ക്ഷീണം അകറ്റാൻ ഒരു പ്ലാവിലെ കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാതെ അവമാനം സഹിച്ച് തന്നെ കൈവെടിഞ്ഞു പോയ മകൻ്റെ കുടിലിലേക്ക് വലിഞ്ഞു കയറി വന്ന്